നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാഴ്ച ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തികൾക്ക് വളരെയധികം ഉപകാരപ്രദം ആയിട്ടുള്ള ബി മൈ ഐസ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ബി മൈ ഐസ് ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇത് എങ്ങനെ കാഴ്ച വൈകല്യം നേരിടുന്ന ഒരു വ്യക്തിക്ക് ഉപകാരപ്രദമായി മാറുന്നു, ഓക്കെ, നമുക്ക് നോക്കാം. നമസ്കാരം. അപ്പോ തുടങ്ങിയല്ലേ. മണി ആപ്ലിക്കേഷനെ നമ്മൾ മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ബി മൈ ഐസ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉപകാരപ്രദമായി മാറുന്നത്? ബി മൈ ഐസ് നോക്കൂ, ഈ ആപ്ലിക്കേഷന്റെ പേര് പോലെ തന്നെ ഇതിന്റെ മീനിങ് വരുന്നത് എന്താണ്? എൻ്റെ കണ്ണ് ആകുന്നു. അത് തന്നെയാണ് ഇതിന്റെ പ്രവർത്തനവും. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം കണ്ടിട്ട് അത് അതുപോലെ കാഴ്ച ബുദ്ധിമുട്ടുള്ള ഒട്ടും കാണാത്ത ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അതുപോലെ വിവരിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ആ വ്യക്തി കാണുന്നത് പോലെ തന്നെ അയാൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ ആ വ്യക്തിയെ സഹായിക്കുക എന്നതാണ് ഈ ആപ്ലിക്കേഷന്റെ പർപ്പസ്. അപ്പോൾ ഇതിൽ 3 ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ 3 ഓപ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, ഈ ആപ്ലിക്കേഷന്റെ ഫയൽ എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക? ഓൾറെഡി നമ്മളുടെ എല്ലാവരുടെയും ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണോ ഇത്? ഈ ബി മൈ ഐസ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉപകാരപ്രദമായി മാറുന്നത്? ഈ ആപ്ലിക്കേഷൻ എത്രത്തോളം വിശ്വസിച്ച് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും? ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. BE സ്പേസ് MY സ്പേസ് EYES എന്ന് സെർച്ച് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷന്റെ ഫയൽ ലഭിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ടോക്ക് ബാക്ക് ഓൾറെഡി ഫോണിനകത്ത് വരുന്നതാണ്. ഗൂഗിൾ ടോക്ക് ബാക്ക് ഓൾറെഡി എല്ലാ ഫോണിനകത്തും വരുന്നതാണ്. എന്നാൽ ഈ ബി മൈ ഐസ് ആപ്ലിക്കേഷൻ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആവശ്യം ഉള്ളവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. കൂടാതെ നമുക്ക് ഈ വീഡിയോന്റെ താഴെ ലിങ്ക് കൊടുക്കാം, അല്ലേ? വീഡിയോയിൽ ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാലോ? തീർച്ചയായിട്ടും, അതിനെന്താ, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ, നമ്മൾ ചർച്ച ചെയ്യുന്നത് കാണുന്നുണ്ട് എങ്കിൽ, അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയാണ് വളരെ ഡീറ്റെയിൽ ആയി അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്രീൻ കൂടി ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പോ 2 ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടല്ലേ? ഇതില് ഓക്കെ, ടേക്ക് എ പിക്ചർ, കോൾ എ വാളണ്ടിയർ എന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്ന് വിശദീകരിക്കാമോ? കോൾ എ വാളണ്ടിയർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കാഴ്ചയുള്ള വ്യക്തിക്ക്, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉള്ള കാഴ്ചയുള്ള വ്യക്തിക്ക് കോള് പോകും. അങ്ങനെ കോള് പോകുമ്പോൾ അവർ ഇതിനകത്ത് വീഡിയോ കോളാണ് അവർക്ക് പോവുക, അവർക്ക് കാണാൻ സാധിക്കും. വീഡിയോ കോൾ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് കാണാൻ സാധിക്കും അവർക്ക് എന്താണ്
ക്യാമറയിലൂടെ കാണുന്നത് അത് ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നോക്കിയാലോ? ഒരു പാക്കറ്റ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഏത് പാക്കറ്റ് ആയാലും മതിയോ? ഓക്കെ, നമുക്ക് കയ്യിലുള്ള പാക്കറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഹലോ സർ, ഇത് എന്തിന്റെ പാക്കറ്റ് ആയിരുന്നു? വിഷ്വൽ ക്ലിയർ ആണോ? ഇപ്പോഴോ? ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, അപ്പോ നമ്മൾ ടെസ്റ്റ് ചെയ്തു. കോളേ വാളണ്ടിയർ ഓപ്ഷന്റെ പർപ്പസ് മനസ്സിലായി. ഇനി അടുത്തത് ടേക്ക് എ പിക്ചറിന്റെ പർപ്പസ് നമുക്കൊന്ന് നോക്കിയാലോ? AI ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ കാഴ്ച ബുദ്ധിമുട്ടുള്ള ആളെ ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ ഇതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു AI ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരു മുറിയിൽ ഒരു മേശയ്ക്ക് സമീപത്തിരുന്ന ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ റൂമിലോട്ട് പ്രവേശിക്കുകയാണ്. ആ ഒരു രംഗം പിക്ചറിലോട്ട് മാറ്റിയാൽ എങ്ങനെ AI പറഞ്ഞു തരും എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു ബുക്ക് വായിക്കാം. Open app drawer. Search editing. Windows system launcher. Take picture button. Take picture button. 49 take picture button. Window be my eyes. And 0% analyzing pic. On a black chair, reading a book. Her hair is partially tied back with a decorative hair clip. She is wearing a dark outfit with subtle red stripes. In front of her, there is a glass top table with several colored pencils scattered. Talkback menu. Read from focus. Copy last spoken phrase. Translate. Speak. Trend. Copy. Stop. 2 minutes. 0. Stop recording. Image. Back. Button. Window system UI. Back. Paste. Button. Speak. Translated text. Button. കറുത്ത നിറമുള്ള നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ ഒരു കറുത്ത കസേരയിൽ ഇരുന്ന് പുസ്തകം വായിക്കുന്നു. അവളുടെ മുടി ഒരു അലങ്കാര ഹെയർ ക്ലിപ്പ് ഉപയോഗിച്ച് ഭാഗികമായി പിന്നിലേക്ക് കെട്ടിയിരിക്കുന്നു. അവൾ ചുവന്ന വരകളുള്ള ഒരു ഇരുണ്ട വസ്ത്രം ധരിച്ചിരിക്കുന്നു. അവളുടെ മുന്നിൽ നിരവധി നിറമുള്ള പെൻസിലുകൾ ചിതറിക്കിടക്കുന്ന ഒരു ഗ്ലാസ് ടോപ്പ് മേശയുണ്ട്. ഇടതുവശത്ത് ഒരു പുസ്തകമോ മാസികയോ ഉള്ള മറ്റൊരു കസേരയുണ്ട്. സമീപത്ത് ഒരു വെളുത്ത തുണിയോ ബാഗോ തറയിലുണ്ട്. മുറിയിൽ ഇളം നിറത്തിലുള്ള ടൈൽ ചെയ്ത തറയും പ്ലെയിൻ ചുവരുകളുമുണ്ട്. കൊള്ളാം, നൈസ്. ആപ്ലിക്കേഷൻ നമുക്ക് തരുന്ന 2 ഓപ്ഷൻസും വളരെ വിശദമായി തന്നെ നമ്മൾ പരിചയപ്പെട്ടു. അത് ടെസ്റ്റ് ചെയ്ത് നോക്കി, ചെക്ക് ചെയ്ത് നോക്കി. ആക്ച്വലി ഈ ആപ്ലിക്കേഷൻ 2 ഓപ്ഷൻസ് അല്ല തരുന്നത്, 3 ഓപ്ഷൻസ് തരുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻസ് കുറച്ചുകൂടി മനോഹരമാണ്. അതായത് ഇപ്പോ നിങ്ങൾ എനിക്കൊരു ഇമേജ് വാട്സപ്പിൽ ഇട്ടു. സാധാരണ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടോക്ക് ബാക്ക് വെച്ച് റീഡ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇമേജ് ഇട്ടു. ഇമേജിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് റീഡ് ചെയ്യും. എന്നാൽ ആ ഇമേജ് നമുക്ക് പറഞ്ഞു തരും. ഇമേജ് ശബ്ദരൂപത്തിലോട്ട് AI കൺവേർട്ട് ചെയ്ത് മാറ്റുന്നതാണ്. അങ്ങനെ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ ഗാലറിയിലുള്ളൊരു ഇമേജോ
അങ്ങനെ ഏതെങ്കിലും ഒരു ഇമേജ് ആയിക്കോട്ടെ. തൽക്കാലം നമ്മളൊരു ഇൻസ്റ്റഗ്രാം റീലിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കത് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഗാലറി വാട്സപ്പിൽ അയച്ചിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതുകൂടി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുകൂടി ആയാൽ ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന 3 ഓപ്ഷൻസും കംപ്ലീറ്റ് ആകും. App drawer. Editing. Search for apps and content. Edit box. Mac. Button. Window System UI. Sharing in. RAM. Instagram. Reels. ഒരു സിനിമ രാഷ്ട്രീയ വിവാദം ഉയർത്തുമ്പോൾ നട്ടെല്ലുള്ള സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇത് അവരുടെ പാർട്ടിയെയും നേതാക്കന്മാരെയും അപമാനിക്കുന്നുവെന്ന് വ്യക്തമാക്കി സിനിമയെ പ്രതിഷേധിക്കാം, നിയമ നടപടിയിലേക്ക് വരെ കടക്കാം. അല്ലെങ്കിൽ സിനിമ വെറും സിനിമയും കലയും മാത്രമാണെന്ന് പറഞ്ഞ് നിലപാടെടുക്കാം. ഇതിലേതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാതെ സിനിമ വെറും സിനിമ മാത്രമല്ലേ എന്ന് പാർട്ടി സംഘടനാ നേതാക്കന്മാർ പരസ്യമായി പറയുകയും അതേസമയം ഞങ്ങളുടെ പാർട്ടിയെയും നേതാക്കന്മാരെയും സിനിമ ഇതാ നാണം കെടുത്തുന്നേന്ന് Instagram. Ends. Unlabeled CX file explore. Navigator. Button. Double select. VSIM. 2 items. Screenshots. 5-0-3-29-23-33-59-479 com.instagram.android.jpg 556 KB. 6 of 6. Screenshot 2. Navigator. 6 of 6. Screenshot. Share. Screenshot 2. Share. Android system share via WhatsApp. Describe with my eyes. My eyes 0%. Analyzing picture. Please wait. Progress bar. Please wait. VMI is writing a message. VMI, a news broadcast screen with a female news anchor wearing glasses and a blue patterned top. The top left corner shows the time as 11:33 p.m. and the phone's status bar. Your message is VMI, a news broadcast screen with a female news anchor wearing glasses and a blue patterned top. The top left corner shows the talkback menu. Copy lost. Copied. VMI, a news broadcast. Home button. Window. System launcher. CX file explorer. Page 3, 5 apps. 4 unread from. Translate. Translate saved. Google Trans account. Enter text. Enter text. Edit box. Paste. VMI. Editing. VMI. A news broadcast screen with a female news anchor wearing glasses and a blue patterned top. The top left corner shows the time as 11:33 p.m. and the phone's status bar. The top right corner has the News 18 logo with AM written below it. Below the anchor, there's a banner with the Mac WPC and PVC board written on it. The lower part of the screen shows a promotional image with Malayalam text and social media icons, featuring a man in a dark jacket. The Instagram interface shows likes, comments, and share options on the right side, with the number of likes as 1,875 and comments as 67. The bottom section displays the account names News 18 Kerala and Urban Europe, with a caption mentioning news trends and followers' names. Edit box. Enter text showing it. VMI. VMI. Speak translate. Copy translate. Speak translate. ഭീമയായി കണ്ണട ധരിച്ച ഒരു വനിതാ വാർത്താ അവതാരകയും നീലപാറ്റേൺ ടോപ്പുമുള്ള ഒരു വാർത്താ പ്രക്ഷേപണ സ്ക്രീൻ. മുകളിൽ ഇടതുമൂലയിൽ സമയം രാത്രി പകൽ 11 മണി കഴിഞ്ഞ് 33 മിനിറ്റ് എന്നും ഫോണിന്റെ സ്റ്റാറ്റസ് ബാർ എന്നും കാണിക്കുന്നു. മുകളിൽ വലതുമൂലയിൽ ന്യൂസ് 18 ലോഗോയും അതിനു താഴെ കേരളം എന്നും എഴുതിയിരിക്കുന്നു. ആങ്കറിന് താഴെ DMAC WPC ആൻഡ് PVC ബോർഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാനറുമുണ്ട്. സ്ക്രീനിന്റെ താഴത്തെ ഭാഗത്ത് മലയാളം ടെക്സ്റ്റും സോഷ്യൽ മീഡിയ ഐക്കണുകളുമുള്ള ഒരു പ്രൊമോഷണൽ ചിത്രം കാണിക്കുന്നു. അതിൽ ഇരുണ്ട ജാക്കറ്റ് ധരിച്ച ഒരു പുരുഷനെ ചിത്രീകരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം ഇന്റർഫേസിൽ വലതുവശത്തെ ലൈക്കുകൾ, അഭിപ്രായങ്ങൾ, പങ്കിടൽ ഓപ്ഷനുകൾ എന്നിവ കാണിക്കുന്നു. ലൈക്കുകളുടെ എണ്ണം 1875ഉം കമന്റുകൾ 67ഉമാണ്. താഴെയുള്ള വിഭാഗത്തിൽ ന്യൂസ് 18 കേരള, അപർണ കുറുപ്പ് എന്നീ അക്കൗണ്ട് നാമങ്ങൾ,
ന്യൂസ് ട്രെൻഡ്സ് എന്ന അടിക്കുറിപ്പും ഫോളോവേഴ്സിന്റെ പേരുകളും പരാമർശിക്കുന്നു. AI 2 ചിത്രങ്ങളുടെ ഒരു കോളാഷ്. മുകളിലുള്ള ചിത്രത്തിൽ ഒരു കൂട്ടം ആളുകൾ പുറത്തു നിൽക്കുന്നതായി കാണിക്കുന്നു. 9 സ്ത്രീകളും 3 പുരുഷന്മാരുമുണ്ട്. സ്ത്രീകൾ ചുവന്ന പാറ്റേൺ ചെയ്ത ടോപ്പുകളും ക്രീം നിറത്തിലുള്ള പാവാടയും ധരിച്ച് പൊരുത്തപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. പുരുഷന്മാർ വെളുത്ത ഷർട്ടും ഒരാൾ ചെക്ക് ചെയ്ത ഷർട്ടും ധരിച്ചിരിക്കുന്നു. താഴെയുള്ള ചിത്രം ഒരു സ്ത്രീ മൈക്രോഫോണിൽ പാടുന്നതിന്റെ ക്ലോസ് അപ്പ് ആണ്. മൈക്രോഫോണിൽ വാചകമുണ്ട്. സ്ത്രീ ഒരു വേദിയിൽ പ്രകടനം നടത്തുന്നതായി തോന്നുന്നു. 2 ചിത്രങ്ങളിലും സി കേരളം എന്ന ലോഗോ ദൃശ്യമാണ്. ഇൻസ്റ്റാഗ്രാം ഇന്റർഫേസിൽ 3016 ലൈക്കുകളും 28 കമന്റുകളും കാണിക്കുന്നു. Zam_3Z-ഉം 2 മറ്റുള്ളവരും എന്ന ഉപയോക്തൃനാമം പരാമർശിച്ചിരിക്കുന്നു. ഒരു ഫോളോ ബട്ടണും ഉണ്ട്. മലയാളം ലിപിയിലാണ് അടിക്കുറിപ്പ്. വീട് തെളിയണമമ്മേ, നാടു തെളിയണമമ്മേ, നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ഇത്. യൂസ് ചെയ്തപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ആപ്ലിക്കേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഷെയർ ചെയ്യുക. ശുഭദിനം.